ഹായ് എവരിബഡി, നമുക്കൊരു ചിക്കൻ പെരട്ടുണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒണിയൻ, ടൊമാറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് പാൻ വെച്ച് നമ്മൾ ഈ പച്ചക്കറികളെല്ലാം ഒന്ന് അരിഞ്ഞു വയ്ക്കുന്നതിന് ശേഷം നമുക്ക് പാത്രം വെച്ച് സ്വല്പം കടുക് പൊട്ടിച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മുമ്പേ ഇട്ട് വഴറ്റാം. അതിനുശേഷം അത് വഴന്നതിന് ശേഷം സവാളയും ഇട്ട് വഴറ്റി അതും വഴന്നതിന് ശേഷം നമുക്ക് ടൊമാറ്റോയും അതിന് മുന്നേ മസാലയും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം ടൊമാറ്റോയും ചേർത്ത് വൃത്തിയായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒരു മുക്കാൽ മണിക്കൂർ മുമ്പേ ഞാൻ കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും ചേർത്ത് വെച്ചേക്കുന്നതാണ്. അതാണ് നമ്മൾ ചേർക്കുന്നത്. അതിനകത്ത് ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ പുരട്ടിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുന്നുണ്ട്. നമുക്ക് മസാലകൾ ചേർക്കാം. ഉള്ളി ഇച്ചിരി ചൊവ്വേ വഴന്ന് വന്നാൽ നല്ലതാണ്. എത്ര വഴന്ന് വരുന്നോ അത്രയും നല്ലതാണ്. നമ്മൾ പുരട്ടിയെടുക്കുന്നതുകൊണ്ട് ഇറച്ചിയുടെ കൂടെ അത് ജോയിൻ്റായിട്ട് കുഴഞ്ഞിരിക്കും. ഇനി നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കാം. ആവശ്യത്തിനുള്ള 1 കിലോ ചിക്കനായി ഞാൻ 2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടി 4 സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞളും ഉപ്പൊക്കെ നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. ഉള്ളിയിലൂടെ മഞ്ഞളും ഉപ്പൊക്കെ ചേർത്താണ് നമ്മൾ വഴറ്റത്. ഗരം മസാലയും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റാം. അതിന് ശേഷം നമുക്ക് ഗരം മസാലയാണ്, ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. അതുകൊണ്ട് നമുക്ക് അറിയാം അതിനകത്ത് എന്തൊക്കെ സാധനം, കുരുമുളകും ജീരകവും പെരുംജീരകവും എല്ലാം ഇട്ട് പൊടിച്ചതാണ്. അപ്പോൾ ഏത് കറിക്ക് നമുക്ക് വിശ്വാസത്തോടെ നമുക്ക് മസാലകൾ ചേർക്കാൻ പറ്റും. ഇനി ഈ മസാലകളെല്ലാം നമ്മുടെ ഉള്ളിയുമായിട്ട് ഒന്ന് വഴന്ന് വരട്ടെ. പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ചേർക്കാം. ടൊമാറ്റോയും അതുപോലെ നല്ലതായിട്ടൊന്ന് വഴന്ന് വരണം. അതിൻ്റെ അരപ്പെല്ലാം അതിൻ്റെ ആ വെള്ളമെല്ലാം അതിനകത്ത് ചേർന്ന് അരപ്പിനോട് ചേർന്ന് ഒന്ന് കുഴഞ്ഞു വരുന്ന പരുവം വരെ നമുക്കൊന്ന് ഇളക്കാം. അപ്പോൾ എനിക്ക് ഇച്ചിരി വെള്ളം കുറവാണെന്ന് തോന്നി. അതുകൊണ്ട് ഒരു ശകലം വെള്ളം ഞാൻ അരപ്പിന് വേണ്ടി ഒഴിക്കുകയാണ്. നമുക്ക് ചിക്കനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് ചിക്കൻ പുരട്ടുണ്ടാക്കുന്നതിന് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് അരപ്പിന് കുറച്ച് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അരപ്പിന് വേണ്ടി ഞാൻ ഒഴിച്ചതാണ്. അപ്പോൾ നല്ലതായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ മസാലയും ഉള്ളിയും തക്കാളിക്കും എല്ലാം കൂടെ. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിട്ട് ഇളക്കാം. മസാലകളൊക്കെ എത്രയും വഴന്ന് വരുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചിരിക്കുക 1 മണിക്കൂർ മുന്നേ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനാണ്. അതിട്ട് നമുക്ക് വഴറ്റാം. അതിട്ട് ചൊവ്വേ നമുക്ക് വഴറ്റണം. നമ്മളധികം വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഇത് കൂടെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ തന്നെ ഒന്ന് വൃത്തിയായിട്ട് ഇളകട്ടെ. അരപ്പെല്ലാം ഈ ചിക്കനോട് മിക്സ് ചെയ്യത്തക്ക രീതിയിൽ ചൊവ്വേ ഒന്ന് ഇളക്കി കൂട്ടി പിന്നെ അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കണം. അതുപോലെ നമ്മൾ കുറച്ച് നേരം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം.
മുമ്പേ കുറച്ച് നേരം നമ്മൾ ഇളക്കി അടച്ചു വെക്കുമ്പോഴത്തേക്ക് ആ ചിക്കനകത്തുള്ള വെള്ളമെല്ലാം പുറത്തിറങ്ങി അത് വേകാൻ തുടങ്ങും. ചൊവ്വെ വെന്തതിന് ശേഷം നമുക്ക് പിന്നെ അതിൻ്റെ എന്തോ ഉപ്പൊക്കെ നോക്കി എന്തോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇനി ഇത് അടച്ച് വെച്ച് കുറച്ച് നേരം വേവട്ടെ. ഒരു 5 മിനിറ്റോളം നമുക്ക് ഇത് വേവാനായിട്ട് അടച്ച് വയ്ക്കാം. അതിന് ശേഷം തുറന്ന് നോക്കി എന്താ പരുവായെന്ന് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർക്കാത്തത് കൊണ്ട് നമുക്ക് അടിക്ക് പിടിക്കും. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അതിന് അരപ്പെല്ലാം അതിനകത്ത് ജോയിൻ്റകത്തൊക്കെ വേണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ചിക്കൻ പുരട്ടായതുകൊണ്ട് നമുക്ക് അടപ്പ് വെച്ചിട്ട് അത് വേകുമ്പോൾ ഒന്ന് നോക്കിയാൽ പോരാ. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ചിലപ്പോൾ അത് അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് 3-4 പ്രാവശ്യം ഇളക്കി നോക്കണം. ഇടയ്ക്ക് പിന്നെ ഒരു അരമണിക്കൂറെങ്കിലും വേണം നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കാൻ. അരമണിക്കൂർ ശേഷം നമ്മൾ ചിക്കൻ വെന്തോന്നൊക്കെ നോക്കി അതിന് ശേഷം നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സ്വല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. വരട്ടിനും വറപ്പിനും ഒക്കെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് കുരുമുളക് പൊടി. അതുകൊണ്ട് 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് യോജിപ്പിക്കാം. ഇനി ആ മസാലയൊക്കെ അതിനകത്ത് പിടിക്കത്തൊക്കെ വണ്ണം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളിതുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇത് വെച്ചിട്ട് വേറെ എങ്ങും പോകാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെ തന്നെ അരമണിക്കൂറിൻ്റെ കൂടെ തന്നെ ഒന്ന് ഇളക്കി അതിനെ യോജിപ്പിച്ച് വെച്ചിട്ട് ഇനി അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി പിന്നെ ഒരു 2 മിനിറ്റ് നമ്മൾ വെക്കണം. അപ്പം അരപ്പൊക്കെ പിടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ഇറച്ചിയൊക്കെ ഒന്ന് വെന്തോന്നൊക്കെ നമുക്ക് നോക്കാം. ഒരുമാതിരി അര വേവായിട്ടുണ്ട്. ഇനിയും നമുക്ക് കുറച്ച് നേരം കൂടെ ഇളക്കിയാൽ മാത്രമേ ഇത് ശരിയാവത്തുള്ളൂ. ഇച്ചിരി നേരം കൂടെ നമുക്ക് അടച്ചു വെച്ച് പിന്നെയും വേവിക്കാം. അപ്പം ഇറച്ചിയൊന്ന് വെന്തോന്ന് നോക്കാം. അപ്പോൾ അധികം വെന്തിട്ടില്ല. അതുകൊണ്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് നമുക്ക് 2 മിനിറ്റ് പിന്നെയും അടച്ചു വെച്ച് അത് വേവാൻ അനുവദിക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കിയിട്ട് സ്വല്പം വെളിച്ചെണ്ണ ലാസ്റ്റിലായിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നല്ല വെളിച്ചെണ്ണയും സ്വല്പം കരിയാപ്പിലയും കൂടെ ഇട്ട് ഇത് ലാസ്റ്റ് ടച്ചിങ്ങാണ്. ഇനി വെളിച്ചെണ്ണയും കരിയാപ്പിലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അധികം ഇളക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ യോജിപ്പിച്ച് ഒരു 2 മിനിറ്റിനകം നമുക്ക് ചൂടായതിന് ശേഷം തീ ഓഫാക്കി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അരപ്പും ചിക്കനും എല്ലാം അതിലൂടെ യോജിപ്പിച്ച് വെച്ചേക്കുകയാണ്. ഇറച്ചിയെല്ലാം നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെർവ് ചെയ്യാനായിട്ട് കഴിക്കാം. നല്ലൊരു 1 മിനിറ്റ് കൂടെ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം റെഡിയായി കഴിഞ്ഞു. സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഇനി അതും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വെറൈറ്റി ആയിട്ട് നമുക്ക് എപ്പോഴും ഒരേ രീതിയിൽ ചിക്കൻ കറി വെക്കാതെ പല രീതികൾ നമുക്ക് ചിക്കൻ വെക്കുന്നതിന് എടുത്താൽ അതിൻ്റെ നമുക്ക് അധികം എണ്ണയിലിട്ട് വറുത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയായിട്ട് തന്നെ പുരട്ടി വറുത്തതുപോലെ നമുക്ക് കഴിക്കാവുന്നതാണ്. അരപ്പൊക്കെ അതിനകത്ത് പിടിച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ ചിക്കൻ പരുവം ആയിക്കഴിഞ്ഞ് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട്
എടുത്ത് കാണിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.